മമ്മൂട്ടി GVM മമ്മൂട്ടി കമ്പനി ടീമിന്റെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി ചതിച്ചില്ല. മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടി സിനിമ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയത്. അത് ഏതായാലും മുതലായി എന്ന് വേണം പറയാൻ. ഇനി സിനിമയെക്കുറിച്ച് പറയാം. അധികം പ്രതീക്ഷയില്ലാതെയാണ് സിനിമ കാണാൻ കയറിയത്. സിനിമ തുടങ്ങി ആദ്യത്തെ 20 മിനിറ്റ് രസമുള്ള കുറച്ച് കോമഡിയോടുകൂടി കഥ നീങ്ങി. അതിനുശേഷം സിനിമ വേറൊരു ലെവലിലേക്കാണ് പോയത്. സിനിമ ത്രില്ലിംഗ് ജോണറിലേക്ക് മാറി. ആദ്യ പകുതി ഫൺ നിറഞ്ഞതും പ്രധാന കഥയിലേക്കുള്ള എൻട്രിയുമായിരുന്നു. കേൾക്കാൻ രസമുള്ള 2 പാട്ടുകളും നല്ല ഫൈറ്റും കൈയടിക്കാൻ പറ്റുന്ന ചില ഡയലോഗുകളും ഉണ്ടായിരുന്നു. രണ്ടാം പകുതി പേടിയോടുകൂടിയാണ് കണ്ടത്. രണ്ടാം പകുതി ചീറ്റിയാൽ പടം അടപടലം പോകും എന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ആഗ്രഹിച്ചതുപോലെ തന്നെ ആദ്യ പകുതിയേക്കാൾ മികച്ചൊരു രണ്ടാം പകുതിയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം സ്പോയിലർ ആകും. ആരും പ്രതീക്ഷിക്കാത്ത സസ്പെൻസ് ട്വിസ്റ്റ് നിറഞ്ഞതാണ് സിനിമയുടെ ക്ലൈമാക്സ്. എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു കഥയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ. പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയുമല്ല. അതുകൊണ്ട് തന്നെ കിടിലൻ ത്രില്ലിംഗ് മൂഡിലാണ് സിനിമ അവസാനം വരെ പോകുന്നത്. ചിത്രത്തിനെ പറ്റി എടുത്തു പറയേണ്ടത് GVMന്റെ മേക്കിംഗ് തന്നെയാണ്. സിനിമയുടെ മേക്കിംഗ് കിടിലനായിരുന്നു. ഓരോ ഫ്രെയിമുകളും അടിപൊളിയായിരുന്നു. വിഷ്ണുദേവന്റെ ക്യാമറ വർക്കും സൂപ്പർ ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ആന്റണിയുടെ എഡിറ്റിംഗും ദർബക ശിവയുടെ മ്യൂസിക്കുമാണ്. സിനിമയുടെ മൂഡിനനുസരിച്ചുള്ള മ്യൂസിക് ആയിരുന്നു. എനിക്ക് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇഷ്ടപ്പെട്ടു. സിനിമയുടെ ഫൈറ്റ് എല്ലാം നല്ലതായിരുന്നു. അമാനുഷികതയുള്ള ഫൈറ്റുകളൊന്നും ഇല്ലായിരുന്നു. കഥയ്ക്ക് അനുയോജ്യമായ ഫൈറ്റുകളായിരുന്നു എല്ലാം എന്ന് വേണം പറയാൻ. സൂരജ് നീരജിന്റെ സ്ക്രിപ്റ്റ് മികച്ചതായിരുന്നു. സിനിമയുടെ കണ്ടന്റ് തന്നെയാണ് ഹീറോ എന്നാണ് എന്റെ അഭിപ്രായം. ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട് എന്നിവരും മികച്ച അഭിനയം കാഴ്ചവെച്ചു. സിദ്ദീഖ്, ലെന, ഷൈൻ ടോം ചാക്കോ, വിനീത് എല്ലാവർക്കും നല്ല റോളാണ് ലഭിച്ചത്. GVM സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീ പ്രാതിനിധ്യമാണ്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള റോളാണ് കൊടുത്തിരിക്കുന്നത്. സിനിമ ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുക്കും എന്ന് ഉറപ്പാണ്. ആദ്യ ഷോയ്ക്ക് ശേഷം എല്ലായിടത്തു നിന്നും മികച്ച റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ 2025ന്റെ തുടക്കം തന്നെ മമ്മൂക്ക ഒരു ഹിറ്റ് സിനിമയോട് തുടങ്ങി എന്നാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.